അങ്ങനെ 2 മാസത്തിന് ശേഷം നമുക്ക് സ്കൂൾ തുറന്നിരിക്കുകയാണ്. അപ്പം മീക്കുട്ടിൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന് സ്കൂളിൽ പോകാനുള്ള. ഇന്ന് സ്കൂളിൽ പ്രോഗ്രാമുണ്ട്, അതുകൊണ്ട് അമ്മമാർക്കും കൂടെ പോകണം. ഇന്ന് പ്രവേശനോത്സവം, പിന്നെ ഇവരുടെ കുറച്ച് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ മീക്കുട്ടിയെ കുളിപ്പിച്ച് ഒരുക്കി, അതിൻ്റെ ഇടയ്ക്ക് മോനും ഒരുക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. നമുക്ക് സമയം ഇച്ചിരി ലേറ്റായി, അപ്പോൾ അതിൻ്റെ തിരക്കും ഉണ്ട്. മറ്റും മീക്കുട്ടിയെ മാത്രം വിടുവാണെങ്കിൽ നമുക്ക് ഇത്ര തിരക്ക് കൂട്ടേണ്ട ഒരു പ്രശ്നമില്ല. അപ്പം നമുക്കും ഒരുങ്ങണം, മിവാനെയും കുട്ടനെയും ഒരുക്കി നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും ധൃതിയൊക്കെ ഞാൻ കാട്ടുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് മിവാൻ മോനും ഒരുക്കാനും അതും ഇതും എനിക്ക് പണി ഉണ്ടാക്കി ഒരു സൈഡിൽ അവൻ്റെ പണിയും ചെയ്യുന്നുണ്ട്. മീക്കുട്ടിൻ്റെ പുതിയ ഡ്രസ്സാണ്. ഈ ഡ്രസ്സ് നമ്മൾ കല്യാണത്തിന് ഫംഗ്ഷൻ ഇടാൻ വാങ്ങിയത്. പക്ഷെ അന്ന് മീക്കുട്ടിക്ക് ഇടാൻ പറ്റിയില്ല. അന്ന് സാഹചര്യം കൊണ്ട് നമുക്ക് ഫംഗ്ഷന് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ നമുക്ക് മീക്കുട്ടി ഏറ്റവും ഇഷ്ടപ്പെട്ട അടിപൊളി ഡ്രസ്സാണ്. ഇന്നത്തെ പ്രോഗ്രാമിന് അത് ഇടട്ടെ എന്ന് വിചാരിച്ച് ഇന്ന് ആ ഡ്രസ്സാണ് മീക്കുട്ടി ഇട്ടിച്ച് കൊടുത്തേക്കുന്നത്. അങ്ങനെ മീക്കുട്ടിൻ്റെ റിബണും കാര്യങ്ങളൊക്കെ എടുത്ത് പെട്ടെന്ന് തന്നെ മുടി ഞാൻ കെട്ടി തയ്യാറാക്കി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്ബൊക്കെ ചെയ്യണം. അപ്പം മീക്കുട്ടീനെ ഒരുക്കങ്ങളെല്ലാം ഏകദേശമായി. അവൾക്ക് പിന്നെ അവളുടേതായ കുറച്ച് അഭിപ്രായങ്ങളും ഓരോ സാധനങ്ങളും, ഇപ്പം ഇന്ന മാലയിടണം, കുറച്ചൊക്കെ സ്റ്റൈലിഷും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിള്ളേർ വളർന്നു വരുന്നവർ അവർക്ക് അവരുടേതായ ഒരു ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവളെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട്, ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം ഇന്നത്തത്. അപ്പം ഇത് ഡ്രസ്സ് പുതിയതൊന്നുമല്ല, മേടിച്ചിട്ട് കുറേ ആയി, ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല. അപ്പം മീക്കുട്ടീനെ ഒരുക്കി കഴിഞ്ഞ് പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ കുട്ടിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയ ക്ലിപ്പാണ്. തന്നെ ഒരുങ്ങി പോകാനാണ് നമുക്ക്. കുത്തിയാൽ ആൾ ഹാപ്പിയാണ്. അപ്പോൾ ആൾക്ക് ലേറ്റ് ആയിക്കൂടെ, ഇപ്പം തന്നെ 9:30 അടുത്തായി. അപ്പം മുടി ഇങ്ങനെ കെട്ടിക്കൊടുത്ത് ജസ്റ്റ് കൊടുത്ത് കുത്തിയാൽ തന്നെ നല്ല നമ്മളിങ്ങനെ നല്ല സ്റ്റൈലിഷായി കെട്ടിയ പോലെ തന്നെ ഇരിക്കും. ഓരോരോ മുടീൻ്റെ ഇഴകൾ നല്ല ഭംഗിയായിരിക്കും കാണും. നല്ല ക്ലിപ്പാണ്, എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നി. നമ്മൾ ഓൺലൈൻ വാങ്ങിയെന്നല്ല, നമ്മൾ പുറത്തുനിന്ന് തന്നെ വാങ്ങിയ ക്ലിപ്പാണ്. ചെറിയ ചെറിയ പെന്നിപ്പം എനിക്കൊന്ന് കൂടുതൽ പേർക്കും ഒരു ഇതുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ തലയൊക്കെ കെട്ടിക്കൊടുത്തു. പിന്നെ അത്യാവശ്യം വെയിലുണ്ടോ തന്നെ സൺസ്ക്രീം ജസ്റ്റ് കുട്ടിയായതുകൊണ്ട് തന്നെ നമ്മൾ അധികം അത്ര മേക്കപ്പ് ഒന്നും ചെയ്തില്ല. ജസ്റ്റ് ഒന്ന് കണ്ണോ പൊട്ടോ എഴുതും, ജസ്റ്റ് ഒരു സൺസ്ക്രീം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും, അത്ര മാത്രമേ ഉള്ളൂ. മീക്കുട്ടി ഒരുങ്ങുന്നുണ്ടെങ്കിൽ മിവാൻ മോൻ അവിടെ സ്വന്തമായിട്ട് എന്തൊക്കെയോ കലാപരിപാടികൾ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മീക്കുട്ടീൻ്റെ ഒരുക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരുങ്ങാൻ പോയി. നമുക്ക് പിന്നെ പെട്ടെന്ന് ഒരുക്കം എന്ന് പറയാൻ അങ്ങനെയൊന്നുമില്ല. എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഡ്രസ്സ് ഇട്ട് മുടി കെട്ടി ഒരു മോയ്സ്ചറൈസറും ഒരു പൊട്ടും വെക്കും. പിന്നെ കമ്മലിട്ടില്ല കമ്മലും ഇടും. അത്രമാത്രമേ എനിക്ക് ഒരുക്കം പറയാനുള്ളൂ. അതും എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രം. നമ്മൾ വീട്ടിൽ ഫ്രീ ആയിട്ടാണല്ലോ നടക്കുന്നത്. കമ്മൽ ഇങ്ങനത്തെ ഒന്നും അധികം യൂസ് ചെയ്യൽ കുറവാണ്. എനിക്കങ്ങനെ നടക്കാനാണ് ഇഷ്ടം. ഇത് നമ്മൾ പൊട്ടിങ്ങനെ ഇട്ടിട്ട് വെക്കുന്നതാണ്. അപ്പോൾ ഡെയിലി തൊടാൻ വേണ്ടി പൊട്ടിൻ്റെ ഒരു കളക്ഷനാണ് ആ ഒരു പാത്രം കാണുന്നത്. അപ്പോഴാണ് ഓർത്ത് മീക്കുട്ടിനെ കണ്ണെഴുതിയില്ല. മീക്കുട്ടിനെ അതൊക്കെ നല്ല ഓർമ്മയാണ്, പെട്ടെന്ന് പറയും അമ്മ കണ്ണെഴുതിയില്ല, പൊട്ട് തൊട്ടില്ല. ഒരുങ്ങാനൊക്കെ നല്ല ഇഷ്ടമാണ്. നമ്മൾക്ക് പോലും ഇല്ലാത്ത താല്പര്യമാണ് പിള്ളേർക്ക്. ഇപ്പം പിന്നെ അതൊക്കെയാണല്ലോ ഇവർ ഈ മൊബൈലൊക്കെ എടുത്താൽ കൂടുതലും കാണുന്നത്. ഫൈനലായി കുട്ടിക്ക് വളയിടാൻ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഒരുക്കി നിർത്തി അതൊക്കെ ഞാൻ വിട്ടുപോയി. അപ്പോൾ അവൾ ഓരോന്നോരോന്ന് പറയാണ് പാൻറ് ഇടാൻ. അങ്ങനെ ഞങ്ങളെല്ലാവരും ചെരുപ്പിട്ടാവാൻ മുറ്റത്ത് ഇറങ്ങുന്നതാണ് നമ്മളെ ഒരുങ്ങാൻ വിടൂല. അതുകൊണ്ട് തന്നെ അവനെ ഞാൻ പകുതി ഒരുക്കി നിർത്തിയിട്ട് പോകുമ്പോൾ ലാസ്റ്റ് ആയിട്ട് ബാക്കി തയ്യാറെടുപ്പും കാര്യങ്ങളെല്ലാം എന്ന് വിചാരിച്ചു. അവൻ വേഗം പോയി ചെരുപ്പ് ഒരു കിലോമീറ്റർ നമുക്ക് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. വണ്ടി പാമ്പേഴ്സ് അടുത്തൊക്കെയാണ് മീക്കുട്ടീൻ്റെ നമുക്ക് വേറെ ഡാൻസും കലാപരിപാടിയൊക്കെ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുത്ത് ഇവിടെ പോകുമ്പോഴായാലും ഞാൻ ഒരു ജോഡി ഡ്രസ്സ് വീഡിയോസ് അതും കൂടെ ആൺകുട്ടൻ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് ഞാൻ പറഞ്ഞില്ല നടക്കാനുണ്ട്, അതുകൊണ്ട് തന്നെ
പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉണ്ടായിരുന്നുള്ളൂ. മിവാൻകുട്ടന് ഫുഡൊന്നും കഴിക്കാതെ വന്നതുകൊണ്ട് തന്നെ നല്ലപോലെ വിശന്നു. അവൻ ഭക്ഷണം കഴിക്കാൻ വളരെ പുറകോട്ടാണ്. എന്നാലും ബിസ്ക്കറ്റ് എടുത്തുകൊണ്ട് തന്നെ അതൊരു 1-2 കഴിച്ച് വെള്ളമൊക്കെ കുടിച്ചു. അപ്പം മിയക്ക് ഒരു ബലൂണും തൊപ്പിയൊക്കെ ഫസ്റ്റ് തന്നെ കെട്ടി ഓടി വന്ന അനിയന്മാർക്ക് അവനും ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ അവന് ഇരുന്നത് കുറച്ച് ബാക്കിലോട്ട്, അപ്പം അതുകൊണ്ട് തന്നെ അവനവർക്ക് ബാക്കിൽ കുറച്ച് കളിക്കാൻ സ്ഥലമൊക്കെ കിട്ടിയായിരുന്നു ഓടി. അമ്മനും പിന്നെ ആദ്യമൊക്കെ മടിയിൽ അടങ്ങിയിരുന്നു, പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആളടങ്ങിയിരിക്കില്ല. ഫുൾ ടൈം കളിയും ഓരോ പിള്ളേരെ പോയി ബലൂൺ വെച്ച് ഏട്ടന്മാരെയൊക്കെ ബലൂൺ വെച്ച് തല്ലലും അവരോടുള്ള കുസൃതിയും പരിപാടിയൊക്കെ ആയിരുന്നു കൂടുതലും. അങ്ങനെ അവൾ പെട്ടെന്ന് തന്നെ ഇവരെ അത് ഫ്രണ്ടിലോട്ടൊക്കെ കൊണ്ടുപോയി അവിടുത്തെ ഇവരുടെ ഒരു വരവേൽപ്പും ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് ഓടി വന്ന് കുറച്ച് സമയം നമ്മളുടെ അടുത്തൊക്കെ ഇരുന്ന് പിന്നെയും മേക്കുട്ടി പോയി. പിന്നെ മീക്കുട്ടീൻ്റെ ഫ്രണ്ടിനെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നു. 2 മാസം കൂടെ ഫ്രണ്ട്സിനൊക്കെ കാണുന്നതുകൊണ്ട് അതിൻ്റെ സന്തോഷം ഭയങ്കരമായിരുന്നു. മിവാൻകുട്ടനും പിന്നെ ഭയങ്കര സന്തോഷമായി, കളിക്കാൻ ഒരാളെ ചേച്ചീനെ കൂടി കിട്ടി. നമ്മൾ ഈ സ്കൂളിൽ അവിടെ ഓടിക്കളിയൊക്കെ ആയിരുന്നു ബാക്കിൽ. അപ്പോൾ ഇവിടെ ഞെക്കിളി പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെയാണ് മീക്കുട്ടി പഠിക്കുന്നത്. ഇന്ന് ഇവിടുത്തെ പ്രവേശനോത്സവമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലഡു വിതരണമായിരുന്നു. ലഡുവൊക്കെ വിതരണം ചെയ്ത് പ്രോഗ്രാം ഉണ്ടായിരുന്ന അമ്മമാരൊക്കെ പോയി. പിന്നെ LKG UKG 1ാം ക്ലാസ്സുകാർക്കൊക്കെ മീറ്റിംഗ് ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്കവിടെ നിൽക്കേണ്ടി വന്നു. അങ്ങനെ ഇവരെ ക്ലാസ്സിലൊക്കെ കയറ്റിയിരുത്തി മിവാമോനും ഏട്ടന്മാരും ചേച്ചിമാരെല്ലാം കൂടെ ക്ലാസ്സിൽ കയറലും ബലൂണ് വറക്കലൊക്കെ ആയിട്ട് ഭയങ്കര ബിസിയായിരുന്നു. മേക്കുട്ടി കയറ്റി മടിയിലൊക്കെ ഇരുത്തി. ഇതാണ് മിയേൻ്റെ ക്ലാസ് റൂം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളിയായിട്ട് കളറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവർ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു പുറത്ത്. അപ്പോൾ അതും കഴിഞ്ഞു. പിന്നെ ബാഗ് വിതരണം, വരെ മാനേജ്മെൻറ്റ് വക ഇവർക്കൊരു ബാഗ് വിതരണം ഉണ്ടായിരുന്നു. കുട്ടികൾക്കെല്ലാം ബാഗും ക്രയോണും പെൻസിലൊക്കെ. അങ്ങനെ മിയക്കുട്ടിക്കും കിട്ടി ഒരു ബാഗും ക്രയോണും പെൻസിലൊക്കെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് പായസ വിതരണം ഉണ്ടായിരുന്നു. അപ്പോൾ മീക്കുട്ടി പായസമൊന്നും കുടിച്ചില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് 1-2 ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ മീക്കുട്ടിക്ക് കിട്ടിയ ബാഗ് മിവാമോനായിരുന്നു തോളി തൂക്കിക്കൊണ്ട് നടന്നത്. ഭയങ്കര സന്തോഷമായി. എല്ലാ പിള്ളേരെ പോലെ ബാഗൊക്കെ ഇട്ടിട്ട് എന്നും ഗേറ്റിൻ്റെ അടുത്തൊക്കെ പോയി നിൽക്കാറുണ്ട്. അപ്പം ഭയങ്കര സന്തോഷമായി. സ്കൂളിൽ പോയി ഒരു ബാഗും കിട്ടി. അത് ഇട്ട് അതിൽ കുറച്ച് സമയം നടന്ന് ഞാൻ അവിടെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു മിവാമോൻ്റെ.